ദുബായിലൊരു നാടകം ചെയ്യണമെന്ന ഒരാശയം വന്നപ്പം ഞാനും ഷീബയും അതിലേക്ക് കൈ കൊടുത്തത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നാടകമെന്ന ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ്. സുരഭി ലക്ഷ്മിയും ദിലീഷ് പോത്തൻ സാറും വിനോദ് മാഷും തൊമ്മിച്ചനും ഒരു 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 ക്രൂ തന്നെ കേരളത്തിൽ നിന്നെത്തി. ആദ്യത്തെ 3 ദിവസം ക്ലാസ് കൊടുത്ത് അവരിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ബോംബെ ടൈലേഴ്സ് എന്ന നാടകത്തിലേക്ക് പോകുന്നു എന്നാണ് ആദ്യം പറഞ്ഞതെങ്കിലും വന്ന എല്ലാവരെയും ഉൾപ്പെടുത്തി വീണ്ടും ആ നാടകത്തിൽ തിരുത്തു വരുത്തി ആ ക്രൂവ് എല്ലാവർക്കും എല്ലാ ദിവസവും ട്രെയിനിങ് കൊടുത്ത് ആ നാടകത്തിൻ്റെ ഒരു 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 യാത്ര അങ്ങ് തുടങ്ങി. ഏകദേശം 26 ദിവസത്തോളം ഉണ്ടായിരുന്നു ആ യാത്ര. നല്ല രസമായിരുന്നു. ആടിയും പാടിയും ദേഷ്യപ്പെട്ടും പിണങ്ങിയും ഭയങ്കര രസമായിരുന്നു ആ യാത്ര. ഈ GCCയിലായതുകൊണ്ട് എല്ലാവരും ജോലി ചെയ്യുന്നവരായിരിക്കുമല്ലോ. അപ്പോൾ ഓരോരുത്തരുടെയും സമയക്രമം അനുസരിച്ച് അവരവർക്ക് ക്യാരക്ടറിനെ ഫിക്സ് ചെയ്ത് അതിന് ട്രെയിനിങ് കൊടുത്ത് ഈ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നിയത് ഇതിൻ്റെ ക്രൂവും ഇതിൻ്റെ സംഘാടകരും ഇതിൻ്റെ പഠിപ്പിക്കാൻ വന്നവരാർക്കും ഉറക്കമില്ലായിരുന്നു കുറേ നാളത്തേക്ക്. ഈ റിഹേഴ്സലിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന ചില നിമിഷങ്ങളിൽ വീണ് കിട്ടുന്ന ചെറിയ നുറുങ്ങുകളുണ്ടല്ലോ, അതെല്ലാം ഞങ്ങൾ ആസ്വദിച്ചു. ദിലീഷ് ചേട്ടനും സുരഭി ചേച്ചി അഭിനയിച്ച് കാണിച്ചു തരുമായിരുന്നു ഓരോന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഒരു 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 വലിയ സംവിധായകനായിട്ട് പോലും ഞങ്ങളുടെ ചെറിയ ചെറിയ തെറ്റുകൾ എടുത്ത് കൃത്യമായി പറഞ്ഞ് അതിനെ കൃത്യമായി മോണിറ്റർ ചെയ്തിട്ടാണ് ദിലീഷ് ചേട്ടനും ഞങ്ങളുടെ കൂടെ ഇടപഴകിയത്. ഒരു നല്ല നടനെയും ഒരു നല്ല മനുഷ്യനെയും വാർത്തെടുക്കാൻ വിനോദ് സാർ ഞങ്ങളെ ഒരുപാട് സഹായിച്ചു. നാടകം സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അതിൽ പലരും ആദ്യമായിട്ടാണ് മേക്കപ്പ് ഇട്ട് സ്റ്റേജിൽ കയറുന്നത്. പക്ഷേ അതിന് എല്ലാ മുന്നൊരുക്കങ്ങളും അധ്യാപകർ ഞങ്ങൾക്ക് തന്നിരുന്നു. സ്റ്റേജിൽ ലൈറ്റ്സ് വന്നു, എല്ലാവരും മേക്കപ്പ് ഇട്ടു, വസ്ത്രം മാറി അവരവരുടെ ക്യാരക്ടറായി സ്റ്റേജിൽ നിറഞ്ഞാടാൻ തുടങ്ങി. നായകനും നായികയും വന്നു, നൃത്തങ്ങൾ വന്നു, സ്റ്റണ്ട് വന്നു, ഫാഷൻ ഷോ വന്നു. ഒരു സിനിമ പോലെ തന്നെ മാജിക് ഗിഫിൻ്റെ ഷീ കമ്പനി അവതരിപ്പിച്ച ബോംബെ ടൈലേഴ്സ് സ്റ്റേജിൽ ഒരു സിനിമ പോലെ ഇങ്ങനെ ആടിക്കളിക്കുകയായിരുന്നു. അവസാനം ആളുകളുടെ ആ ഒരു കൂട്ടമായ കയ്യടികളും അവരുടെ പ്രോത്സാഹനവും നമുക്ക് തന്നൊരു ഊർജ്ജം ഉണ്ടല്ലോ, അതൊരിക്കലും മറക്കാൻ പറ്റില്ല. അതുതന്നെയാണ് ഇനിയും ഇനിയും ഇത്തരത്തിലുള്ള കലാപരിപാടികളുമായി ഇത്തരത്തിലുള്ള കലയുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് ആർജവമേകുന്നതും.